പോയാൽ നമ്മൾ ഇന്നൊന്നും എത്താൻ പോകുന്നില്ല. സോ വി തോട്ട് ഓഫ് സ്റ്റെപ്പ് കയറാൻ. ഫൈനലി ഐ റീച്ച് ക്ലാസ്. ഇനി നമുക്ക് ഓൾട്ടോട്ട് 6 ലെക്ചേഴ്സ് ഉണ്ട്. ലൈക്ക് ഫസ്റ്റ് 3 തിയറി ക്ലാസ്സും നെക്സ്റ്റ് 3 പ്രാക്ടിക്കൽ ക്ലാസ്സും ആണ്. സോ അപ് ടു 4:40 ക്ലാസ് ഉള്ളത്. സോ സക്സസ്ഫുള്ളി നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഓവറായിട്ട് കഴിഞ്ഞു. കഴിഞ്ഞാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട് പോവാം? പഠിക്കാതുണ്ട്. ഒന്നും മനസ്സിലായില്ല, ശ്രദ്ധിച്ചില്ല. ഓക്കെ ബിജു, വാട്ട് ആർ യു ഡൂയിങ്? ഗൈസ്, കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്നോട് ലൈക്ക് കോളേജ് എന്തുണ്ട്, ഏതാ കോഴ്സ്, കോളേജ് സ്ട്രിക്റ്റ് ആണോ, അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ലൈക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ലൈക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനാണ്. പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങൾ അതിൽ ടെല്ലിണ്ടാവും. അപ്പോൾ മെയിനായിട്ട് സ്ട്രിക്റ്റ് ആണോ വെച്ചാൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ് കാര്യങ്ങൾ. കാരണം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ റെപ്യൂട്ടേഷനുള്ള കോളേജ് ആകുമ്പം അതിനനുസരിച്ചിട്ട് എന്തുണ്ടാവും, പിന്നെ അറ്റൻഡൻസ് ആണ് ഇവിടുത്തെ മെയിൻ വിഷയം എന്നുള്ളത്. 85 താഴെ പോയാൽ പിന്നെ നമ്മൾ മറ്റേ കണ്ടോണേഷൻ അടയ്ക്കണം, അതിന്റെ പുറകെ അടക്കണം. ഇവര് നമ്മളായിട്ട് അങ്ങ് ഓടിപ്പിക്കും എന്തെങ്കിലും കാര്യത്തിനായിരുന്നു. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഒരു സ്ഥലത്ത് പോയപ്പോൾ അത് അവിടെയില്ല, വേറെ സ്ഥലത്താണ്. അവിടെ പോയപ്പോൾ അങ്ങനെ ഇട്ട് അങ്ങ് ഓടിക്കും. സ്ഥലത്ത് പോയിട്ട് നമുക്കിങ്ങനെ ചോദിക്കേണ്ടി വരും. പിന്നെയുള്ളത് നമ്മൾ മാസ്റ്റേഴ്സ് സ്റ്റുഡൻ്റ് ആണ്, സ്കൂൾ ഓഫ് സയൻസ്. അതുകൊണ്ട് തന്നെ മാസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ എക്സ്പോഷർ ഒന്നും ഇല്ല. ബാച്ചിലേഴ്സ് പിള്ളേർക്ക് കിട്ടണത്ര ഫെസ്റ്റിന്റെ കാര്യത്തിനും അങ്ങനെയൊക്കെ കിട്ടണത്ര സംഭവം ഇല്ല. നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. നമുക്ക് വെറുതെ വരാൻ പോവാം, പഠിക്കണമെങ്കിൽ പഠിക്കാം, പിള്ളേർ അയക്കാനും ലൈക്ക് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ആർ മലയാളീസ്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ ബാംഗ്ലൂർ ഒരുപാട് എല്ലാം മലയാളീസിൻ്റെ ഏരിയ ആണ്. പിന്നെ ഏരിയ ഫുൾ മലയാളീസ് തന്നെയാണ്. അപ്പോൾ അതാണ് കോളേജിനെ പറ്റി. ഇപ്പോൾ സ്ട്രിക്റ്റേഷൻ നല്ല സ്ട്രിക്റ്റാണ്. പുറത്തുള്ളവർക്കൊന്നും ഉള്ളിലേക്ക് വരാൻ പറ്റില്ല. ഇവിടെ ഉള്ളിലുള്ളവർക്ക് തന്നെ പുറത്തായി പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. പിന്നെ ID കാർഡൊക്കെ ഇല്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ ജീവിച്ചിട്ട് കാര്യമില്ല. സ്റ്റുഡൻറ് ഒരു കാര്യമില്ല. ID കാർഡ് മസ്റ്റ് സാധനം. കഴുത്തിന് എപ്പോൾ ഇങ്ങനെ ഉണ്ടാവണം, കാണുന്നില്ല, ഇവിടേക്ക് പോകില്ല. അപ്പം അങ്ങനെയാണ് കാര്യം. ചായ പീനയ്ക്ക് പോവുകയാണ്. വിശക്കുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിനാ? ഇല്ല. കഴിച്ചിനാ? ഏതാ സുഖിയനാ? സുഖിയനാ? ഹായ് ഗൈസ്, അപ്പം ആക്സിഡൻ്റലി നമ്മുടെ ജയബോബിനെ മീറ്റ് ചെയ്തു. നമ്മൾ രണ്ടാളും. അവിടുത്തെ ജയബോബി, എന്താണ് ഇപ്പം കഴിച്ച സമൂസയെ പറ്റി പറയാനുള്ളത്? അത് എന്നിട്ട് നമ്മളിനി മേലോട്ട് നടക്കുകയാണ്. എന്തിനി? ലാബ് ചെയ്യാൻ. ഓക്കെ ഓക്കെ, ഏതെങ്കിലും കൂടെ നടക്കാവാ. ഓക്കെ, അപ്പം നമ്മൾ ലാബിലേക്ക് പോകുന്നത് ആഫ്റ്റർ ഹെക്ടിക് ഡേ. ഈ ലാബിൽ നമുക്ക് എക്സാം ഉണ്ട്. എനിക്ക് എക്സാം ഉണ്ടാ? Okay, again she is eating something. It's not for me. And for whom? It's for a classmate. Yeah. അത്രയും സൽസ്വഭാവിയും എന്നാൽ സ്നേഹിയുമായ ജാനീസ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഫുഡ് താഴ്ന്ന് സമങ്ങോട്ട് മുകളിലേക്ക് പോവാണ്. ഇത് വാങ്ങിയാൽ മതിയായിരുന്നത് വരുതാ. നോക്കി ഞാൻ കഴിച്ചത് ചേർത്താ. ഓക്കെ ഓക്കെ ഓക്കെ, അവൾ കൊടുക്കാൻ പോയി. അപ്പം നമ്മൾ നെക്സ്റ്റ് ആയിട്ടുള്ള
ലാബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാബിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻസ് പറയാം. ഭയങ്കര ശോകം ഗൈസ്, ശോകം. പോയോ അറിഞ്ഞൂടാ. അതും ഇന്ന് ഞങ്ങൾക്ക് എക്സാം ആണ് പറഞ്ഞേക്കണത്. എങ്ങനെയെങ്കിലും സാറിന് സോപ്പിട്ടതൊന്നും മാറ്റി. അതാണ് നമ്മുടെ ലക്ഷ്യം. ലെറ്റ്സ് ലുക്ക് ഫോർവേഡ്. ഞാനും നീ പറഞ്ഞ എന്തായാലും മാറ്റാൻ പോകുന്നില്ല. അതെ, അയ്യോ അതെന്തായാലും പറ്റില്ല. നമ്മൾ വേറെ ആരെങ്കിലും കൊണ്ടൊക്കെ പറയിപ്പിക്കും. ജയബോബിനെ കാണാനില്ല. അപ്പൊ ലാബിൽ പോയിട്ട് കാണാം. ബൈ. നമ്മൾ കോഫി കുടിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ ഇന്നത്തെ ഡേ എക്സാം ആയിരുന്നു ഗൈസ്, ലാബ് എക്സാം. അത് പറ്റി അതും അപ്പം പോർന്ന പറഞ്ഞിരുന്നേ. കുഴപ്പമില്ല, നീ അവിടെ എഴുതിയണ്ടോ? ഇല്ല ചുമ്മാ ശിവാങ്കി അവിടെ കറക്റ്റ് പ്ലേസ് ഒക്കെ കണ്ടുപിടിച്ച് ഭയങ്കര എഴുത്തായിരുന്നു ഗൈസ്. സോ ഒരു ഐസ് ടീം കോഫി കുടിച്ച് നമ്മൾ ഇന്നത്തെ ഡേ ഈസ് വൈൻഡ് അപ്പിംഗ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.